കുറച്ച് നാൾ മുമ്പ് വരെ ആർക്കിടെക്ട്സ് ഒട്ടും റെസിഡൻഷ്യൽ ലെവലിൽ വളരെ കുറവായിരുന്നു. പക്ഷേ വലിയ പ്രൊജക്ടുകളിലൊക്കെയാണ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് അഫോർഡബിലിറ്റി ഒരു ഭയങ്കര വലിയൊരു ഫാക്ടറായിരുന്നു. ഒരു സർട്ടൈൻ ഇൻകം സ്കെയിലിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു ആർക്കിടെക്റ്റിനെ അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സ്റ്റേജ് വന്നിട്ടുണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് ഇപ്പം കുറച്ചുകൂടെ ആർക്കിടെക്ട്സിന് നമ്പർ കൂടുതലാണ്. അതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകം കാലം മാറി, ആൾക്കാരെല്ലാം കുറച്ചുകൂടെ അവെയറായി. ആൾക്കാരുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ആ എക്സ്ട്രാ മണി ഉണ്ട്. ശരിക്കും ആർക്കിടെക്ട്സിന് സ്പെൻഡ് ചെയ്യുന്ന പൈസ ഒരു എക്സ്ട്രാ മണിയാണ്. ഞാനിപ്പോഴും എൻ്റെ ക്ലയന്റിനോട് പറയുന്നതാണ്, ഞങ്ങൾ ഫീറ്റിന് ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് അത്രയാണോ അതിന്റെ ടോട്ടൽ വാല്യൂ. ആ വാല്യൂ നിങ്ങളുടെ റിക്വയർമെന്റും ആവശ്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ബിൽഡിംഗ് കോസ്റ്റിൽ നിന്നും ഈ എമൗണ്ട് കുറച്ച് ഞങ്ങൾക്ക് തരാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ ഫീസ് അവിടെ നൾ ആൻഡ് വോയിഡ് ആയി. അപ്പൊ അങ്ങനെയും ആർക്കിടെക്ട്സിനെ യൂസ് ചെയ്യുന്ന ക്ലയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പണ്ടും സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിച്ചു വെച്ച ആർക്കിടെക്ട്സ് ഉണ്ട്. നമ്മുടെ നേരത്തെ ലോറി ബേക്കറിനെ പോലും അങ്ങനെയുള്ളവരും ഉണ്ട്. ഇന്നത്തെ കാലത്ത് എത്രത്തോളം ആൾക്കാർ ആ സർവീസ് സൈഡിലേക്ക് വിശാല മനസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല.